നമസ്കാരം. നോയെഡിറ്റിലേക്ക് സ്വാഗതം. കേരളം ഇപ്പോൾ ഒരു നിരാശാമുഖത്ത് നിൽക്കുന്നുണ്ടാകാം. അതിന് കാരണം തൃശ്ശൂരാണ്. വർഗീയതയെ പടിക്ക് പുറത്ത് നിർത്തിയിട്ടുള്ള, ഇത് കേരളമാണ് എന്ന് ഊറ്റം കൊണ്ടിട്ടുള്ള മതേതര മനുഷ്യർ ഒക്കെ തന്നെയും ആശങ്കപ്പെടുന്നുണ്ടാകാം. പക്ഷേ ഈ സമയം പഴിചാരലുകളല്ല വേണ്ടത്. വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ വരും നാളുകളിൽ നടത്തേണ്ട പോരാട്ടങ്ങളെക്കുറിച്ചും ചെറുത്തുനിൽപ്പിനെക്കുറിച്ചുമാണ് ആലോചിക്കേണ്ടത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ വിവിധ വ്യവസായികൾക്ക് വഴിവിട്ട സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ സംഭാവനയായി പിരിച്ച് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജയിലിലിട്ട് എല്ലാ നെറുകെട്ട കളികളും കളിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ BJP ഏറ്റവും ഒടുവിൽ സ്വന്തമായി കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ കഴിയാതെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. സഖ്യകക്ഷികളുടെ ദയയിൽ സർക്കാർ രൂപീകരിക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞേക്കും. 2014 ജനങ്ങളുടെ സേവകൻ എന്ന വേഷം കെട്ടി ജനങ്ങൾക്ക് മുന്നിലെത്തിയ നരേന്ദ്ര ദാമോദർ ദാസ് മോദി 2019 ചൗക്കിദാറായാണ് എത്തിയത്. പക്ഷേ 2024 ആയപ്പോൾ സ്വയം ദൈവമാണെന്ന് തോന്നി തുടങ്ങിയ മോദിയുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് 3,22,000 വോട്ടുകൾ വാരണസിയിലെ ജനങ്ങൾ തിരിച്ചെടുത്തു. രാമനെ ഉപയോഗിച്ച് ജയിച്ചു കയറാമെന്ന മോഹത്തിന് രാംലല്ലയുടെ സ്വന്തം അയോധ്യയിൽ ഫൈസാബാദ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ 54,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ മറുപടി പറഞ്ഞത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് കശ്മീരിലെ ജനങ്ങളും തിരിച്ചടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു പേര് അഖിലേഷ് യാദവിൻ്റെതാണ്. ഗുജറാത്ത് പോലെ വർഗീയ പരീക്ഷണ രാഷ്ട്രീയ പരീക്ഷണശാലയായ UPയിൽ തോൽവി BJP പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. BJPയെ UPയിൽ പിടിച്ചു കെട്ടിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും അഖിലേഷ് യാദവിനാണ്. മുലായം സിംഗ് പാർട്ടി പ്രവർത്തകർക്ക് നേതാജിയാണെങ്കിൽ മകൻ ഭയ്യയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലേക്ക് SP ചുരുങ്ങിയെങ്കിലും അഖിലേഷ് ആത്മവിശ്വാസത്തോടെ വർഗീയതയ്ക്കെതിരെ BJPക്കെതിരെ പോരാടി. UPയിലെ സാധാരണക്കാരോട് അവരുടെ ഭാഷയിൽ അവരുടെ പ്രശ്നങ്ങൾ അഖിലേഷ് സംസാരിച്ചു. സൈക്കിൾ ചവിട്ടി മതേതര വിശ്വാസികളുടെ മനസ്സിലേക്ക് കയറിയ അഖിലേഷ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പ്രതീക്ഷയാണ്. കഴിഞ്ഞില്ല. ഇരട്ട എഞ്ചിൻ സർക്കാർ അഴിച്ചുവിട്ട വംശഹത്യയ്ക്ക് മണിപ്പൂരിലെ ജനങ്ങൾ 2 മണ്ഡലങ്ങളിലും BJPയെ പരാജയപ്പെടുത്തി മടക്കി അയച്ചു. 1ാം കർഷക പ്രക്ഷോഭ സമയത്ത് കർഷകർക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി കർഷകരെ കൊന്ന മകന്റെ ചെയ്തികൾക്ക് കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ ജനം വീട്ടിലിരുത്തി. പഞ്ചാബിൽ BJPക്ക് പച്ച തൊടാനായില്ല. 30 വർഷത്തിലേറെയായി BJP കൈക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഗുജറാത്തിലെ ബനാസ്കാഠയിൽ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നു. അദാനിക്കെതിരെ നിരന്തരം സംസാരിച്ചതിന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ മഹുവ മൊയ്ത്ര വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതുകൊണ്ട് തന്നെ നിരാശപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ടെങ്കിലും തോറ്റുപോയ ജനതയെല്ലാം നമ്മളെന്ന് ആശ്വസിക്കാനും പോരാട്ടം തുടരാനുമുള്ള ഊർജവും തരുന്ന ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം.